ആമയിഴഞ്ചാൻ തോടിന്റെ അരികിലൂടെ മൂക്കു പൊത്താതെ കടന്നു പോകാൻ ഒരു മനുഷ്യജീവനും സാധിക്കില്ല. അങ്ങനെയുള്ള അഴുക്കുചാലിലാണ് ഏകദേശം 40 മണിക്കൂറിലധികം സ്വന്തം ആരോഗ്യവും ജീവനും പണയം വെച്ച് ജോയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയ കേരള ഫയർഫോഴ്സ് സ്കൂബ ടീം ഇന്ന് രാവിലെ ഉരുൾപൊട്ടൽ പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി തിരുവനന്തപുരം ജില്ലയിൽ നിന്നും വയനാട്ടിലേക്ക് പുറപ്പെട്ടു. ആർക്കും അറപ്പ് തോന്നുന്ന ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങിയ സ്കൂബ ടീമിലെ 15ഓളം അംഗങ്ങൾ ഉരുൾപൊട്ടൽ നടന്ന അന്നേ ദിവസം തന്നെ വയനാട്ടിൽ എത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. തിരുവനന്തപുരം ജില്ലയിലെ 16 അഗ്നിശമന സേനാ നിലയങ്ങളിൽ നിന്നുമായി 53 അംഗ ഫയർഫോഴ്സ് സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. 4 സ്റ്റേഷൻ ഓഫീസർമാരും 49 ഫയർമാൻമാരും അടങ്ങുന്ന സംഘമാണ് ഒരാഴ്ചത്തെ ദൌത്യത്തിനായി വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. കളക്ട്രേറ്റിലെ കളക്ഷൻ സെന്ററിൽ സ്വീകരിച്ച അവശ്യ സാധനങ്ങളുടെ ആദ്യ ബാച്ചും ഇതോടൊപ്പം കൊടുത്തുവിട്ടു. ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ഉൾപ്പെടെയാണ് ആദ്യ ബാച്ചിൽ വയനാട്ടിലെത്തുക. ഈ 53 അംഗ ഫയർഫോഴ്സ് സംഘങ്ങളുടെ ദൌത്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത സംഘത്തെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് കേരള ഫയർഫോഴ്സ്. തിരുവനന്തപുരം ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും അഗ്നിശമന നിലയങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ സ്വജീവൻ മറന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു.